ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് ഇതുപോലെ തളർന്നു വീണപ്പോ ഡോക്ടർ തന്ന ഗുളികയാ. ഇത് കഴിച്ചാ അങ്ങ് മാറിക്കോളും. ചന്ദ്രികാമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവാൻ നോക്കണമെന്നാ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രു, എനിക്കൊന്നുമില്ല മാധവേട്ട, ഒന്നുമില്ല. ഒന്ന് മയങ്ങിക്കഴിയുമ്പോ എല്ലാം മാറും. വിനുവേട്ടൻ കാരണാണ് അമ്മയ്ക്ക് ഇങ്ങനെ വന്നതെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ വിനുവേട്ടൻ എങ്ങോട്ടാ പോകുന്നത്? വിനുവേട്ടനും പോവാൻ എവിടെയാ സ്ഥലമുള്ളത്? ഞങ്ങളല്ലാതെ ഞങ്ങളുടെ വിനുവേട്ടന് വേറെ ആരാ ഉള്ളത്? ആരാ? ആരും ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല. പഴയതുപോലെ പിണങ്ങിപ്പോയി കടത്തിനില കിടക്കാനൊന്നും പറ്റില്ല. കൂട്ടിനൊരാളുണ്ടെന്ന കാര്യം ഓർക്കണം. ഇവളെന്റെ അനിയത്തിയ. മാധവൻ നായരുടെ മരുമോള്. വന്ദന വിനുവേട്ടാന്ന് വിളിക്കുന്ന ഒരു ബന്ധം മാത്രം മതി. വിനുവേട്ടൻ ഈ വീട്ടിലെ അംഗമാണെന്ന് കരുതാൻ. മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത ഒരു ബന്ധവും രക്തബന്ധത്തിൽ ഊന്നി മുന്നോട്ട് പോയ ചരിത്രമില്ല. രക്തബന്ധമായിരുന്നു ഏറ്റവും വലിയ ബന്ധമെങ്കിൽ ഈ നാട്ടില് ഒരനാഥാലയെങ്കിലും വൃത്തസ്ഥാനങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഒരു കുടുംബമാകുമ്പോ മക്കളെ പോലെ തന്നെ മരുമക്കൾക്കും അധികാരം ഉണ്ടാവും. ആ അധികാരം ഉപയോഗിച്ച് പറയുക, ഇവിടെ നിന്ന് ആരും ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. ഈ കാര്യത്തിൽ എന്റെ മരുമകന്റെ തീരുമാനം തന്നെ ആയിരിക്കും എനിക്കും എന്റെ ചന്ദ്രികയ്ക്കും. എന്താ ചന്ദ്രു, എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? മാനത്തെ കൊട്ടാ